അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിന്ദ്യമായ രീതിയിൽ മുസ്ലിം നാമധാരികൾ എന്ന് പറയുന്ന ചില ആൾക്കാർ പറയുന്ന ചില വീഡിയോകൾ കാണുമ്പോൾ വല്ലാതെ വിഷം വരുന്നുണ്ട്. കാരണം പ്രവാചകന്റെ പത്നിമാരോട് കാണിച്ച നിലപാടുകളും വഫാത്തിന്റെ സമയത്ത് പോലും ഭാര്യമാർ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വല്ലാത്ത വേദനയുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും ചിലരൊക്കെ നമ്മുടെ പുണ്യപ്രവാചകനെ എത്രമാത്രം നിന്ദിച്ചിട്ടാണ് ചരിത്രത്തൊക്കെ വളച്ചൊടിച്ച് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. തന്റെ സഹാബത്തിനോടും മക്കളോടും മരുക്കളോടും കൈപിടിച്ച് സലാം പറഞ്ഞ് യാത്ര ചോദിക്കുന്ന ഒരു രംഗുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടങ്ങ് പെടഞ്ഞു. മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക. ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ, 2 പേരക്കുട്ടികളെ. ആൺമക്കളില്ലാത്തതിന്റെ വേദന അള്ളാന്റെ ഹബീബ് അറിയാതെ അള്ള കൊടുത്ത 2 പൂമൊട്ടുകൾ. ആ 2 മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും. പിന്നെ പ്രവാചകൻ ആയിഷ ബീവിന്റെ മടി കടന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ സമ്മതം ചോദിക്കുന്നുണ്ട്. ഓരോ ഭാര്യയും അടുത്തു വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, റസൂലേ, ഒരൊറ്റ വസിയത്തുണ്ട്. സുരച്ച് ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചോ? ഞാൻ നീതിമാനല്ലായിരുന്നു, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, റബ്ബേ നീ സാക്ഷി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ല. ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്, ഒരു ഉമ്മയെ പോലെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, അടുത്ത ജന്മത്തിലും ഹബീബിന്റെ മണവാട്ടിയാക്കണേ റബ്ബേ.